സതീഷ് വസന്ത്, ഇപ്പോൾ ആ, നമ്മുടെ മുൻപ് സംസാരിച്ച ശ്രീ ആർ വി ബാബു ചില കാര്യങ്ങൾ പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ പ്രീണനമായാലും ഇടതുപക്ഷം നടത്തുന്ന പ്രീണനമായാലും എതിർഭാഗത്ത് ഹിന്ദുവാണ് എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വലിയ ആക്രമണം അല്ലെങ്കിൽ നടപടികൾ എടുക്കുക, ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ഉദാഹരണങ്ങളാണ് ശ്രീ ആർ വി ബാബു വ്യക്തമാക്കിയത്. ഒരു ഹലാൽ വിഷയം പറഞ്ഞു, ശ്രീ ആർ ബി ബാബുവിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ടി ജി മോഹൻദാസ് നടത്തിയ ഒരു പ്രസ്താവനയുടെ പേരിൽ രായ്ക്ക് രാമാനം കേസെടുത്ത് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കാൻ നോക്കിയ കാര്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ സണ്ണി കബിക്കാടിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇടതുപക്ഷത്തിന് എന്താണ് തോന്നുന്നത്? ആ വിഷയത്തിലേക്ക് വരുന്നുമ്പോൾ ഞാൻ കാര്യം പറയുന്നത്, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ അദ്ദേഹം പറയുന്ന ആ ക്ലിപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പേയും പിമ്പയും എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, ഞാൻ അത് കണ്ടിട്ടുമില്ല. നോക്കുക, അത് ഒരു വിഷയമാണ്. അദ്ദേഹം ആ ശബരിമലയിലെ കേസിലേക്ക് ഇപ്പം സർവകലാശാലയിലെ ഒരു കുട്ടി മലയാള സർവകലാശാല ഒരു കുട്ടിക്ക് TTC അതിന് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അവിടെ നിരാകരണം കിടക്കുന്നതിന് അതിന് അനുബന്ധമായാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. അപ്പം ഇത് എന്തിനാണ് ഇതിലോട്ട് വന്നതെന്ന് എനിക്കറിയുന്നില്ല, അത് അദ്ദേഹമാണ് പറയേണ്ടത്. നോക്കൂ, കേരളത്തിലെ LDF സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് മതേതരത്വം കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഇടതുപക്ഷത്തിൻ്റേത്. അത് ഹിന്ദു ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ക്രിസ്ത്യൻ ആയിരുന്നാലും. നോക്കൂ, ഇപ്പം ബഹുമാനപ്പെട്ട ശ്രീ നമ്മളെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് അദ്ദേഹം തന്നെ പറയുന്നത് എപ്പോഴും ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇടതുപക്ഷം. ഒരിക്കലുമല്ല. നോക്കൂ, നേരത്തെ ശ്രീ ബാലം നമ്മളെ മുൻ മന്ത്രിയായ ശ്രീ ബാലൻ അല്ല, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. കാര്യം എന്താണ്, നിങ്ങളൊന്ന് പരിശോധിക്കൂ, എവിടെയാണ് മലബാറിലെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ അന്ന് പറഞ്ഞെന്താണ്, നിങ്ങൾ ഹിന്ദുക്കളുടെ കൂടെ നിൽക്കാൻ. അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞ രീതിയിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. ഇപ്പം ഇദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇത് പറഞ്ഞു തെറ്റായ നടപടി എന്ന് തന്നെ നമ്മൾ പറയും, ഒരു കാരണമില്ല. അതുപോലെ തന്നെ നിങ്ങൾ വേറൊന്ന് മനസ്സിലാക്കണം, അത് മറ്റു മതങ്ങളടുത്ത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനുള്ള വേദന വേണം. ഇപ്പം ശശികല ടീച്ചർ, അതുപോലെ തന്നെ ശ്രീ മോഹൻദാസ്, അവരൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് അറസ്റ്റ് ചെയ്യണം ഇതെന്നൊക്കെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അതും കൂടി നിങ്ങൾ അയക്കണം. മതവിദ്വേഷം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചീറ്റുന്ന ഏതൊരു വ്യക്തിയും നമ്മൾ മാറ്റി നിർത്തണം. അത് ശരിയായ നടപടിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. LDFൻ്റെയും അതായിരിക്കണം, അത് 100% അത് ആര് ചെയ്താലും അത് ശരിയായ നടപടിയല്ല. ഇപ്പം ശ്രീ സണ്ണി അദ്ദേഹം അതിനെപ്പറ്റി പറയണം. അദ്ദേഹം എന്താണ് ആ കാരണത്തിലേക്ക് വരേണ്ട കാരണമെന്ന് അദ്ദേഹമാണ് പറയേണ്ടത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇവിടെ ഏതൊരു മതത്തെയും പ്രീണിപ്പെടുത്തുകയോ. സതീഷ് വസന്ത്, ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞത് ആരാണ്? അല്ല, ഞാൻ അതിൽ എന്ത് നടപടിയെടുത്തു? അതിലൊരു ഖേദപ്രകടനം പോലും ഉണ്ടായില്ല. അതിന്റെ പുറകെ MV ഗോവിന്ദനോട് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഗണപതി മിത്താണെന്ന് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുകയാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. ഷംഷീർ പറഞ്ഞത് അതൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെന്ന് വെച്ചാൽ ഒരു മിത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു ദൈവത്തിൻ്റെ ഈ തുമ്പിക്കൈരെ ഉദ്ദേശിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അത് സാങ്കല്പികമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ വേറെ രീതിയിലല്ല ഷംഷീർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. അദ്ദേഹം വേറെ രീതി അദ്ദേഹം അത് ക്ലിയറായി അതിന് ശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനിത് പറയുന്നത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടി എന്നാലും നേതാക്കളുമായിരുന്നാലും ജാതീയമായിട്ടോ അല്ലെങ്കിൽ മതപീഡനമായിട്ടോ നടത്തുന്ന ഇങ്ങനത്തെ പ്രവണതകൾ മാറ്റിവയ്ക്കണം. ഒരു കാരണവശാലും അതിനെ അംഗീകരിക്കുന്നതല്ല, അല്ലെങ്കിൽ അതിനെ പ്രീതിപ്പെടുത്തുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച്. അപ്പം ഈ നമ്മൾ സണ്ണിയാണ് പറയേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. വസന്ത്, അഡ്വക്കേറ്റ് വസന്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് വസന്ത്, നമുക്ക് സമാധാനമായിട്ട് ചർച്ച ചെയ്യാം, കുഴപ്പമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങ് പറയേണ്ടായി ശശികല ടീച്ചർ നടത്തിയ പ്രസ്താവന വർഗീയ പ്രസ്താവന, അല്ലെങ്കിൽ TG മോഹൻദാസ് നടത്തിയ വർഗീയ പ്രസ്താവന, മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന, അതെന്താ? ഒരു പ്രസ്താവന ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ശശികല ടീച്ചർ നടത്തിയ മതവിദ്വേഷ പ്രസ്താവന
ഒരെണ്ണം ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അല്ല ഞാൻ പറയട്ടെ, അദ്ദേഹം അവര് സംസാരിച്ച കാര്യമൊന്നും ഇപ്പൊ ഓർമ്മയില്ല. ഇവിടെ ഒരു പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ അല്ലല്ല ഞാൻ ഒരു അല്ല, ഉദാഹരണം അങ്ങേക്ക് പറഞ്ഞാൽ ഓർമ്മയില്ലെങ്കിൽ ഒരു ഉദാഹരണം ടി.ജി. മോഹൻദാസ് എന്തിനാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പോയത്? ടി.ജി. മോഹൻദാസ് ഒരു പ്രസ്ഥാനം ഇപ്പം ബഹുമാനപ്പെട്ട താങ്കൾ ഇവിടെ സംസാരിക്കുന്നുണ്ടല്ലോ, താങ്കളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അപ്പം താങ്കൾ അങ്ങനെ അല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പം ആ വിദ്വേഷ പ്രശ്നങ്ങൾ അങ്ങനെ വിദ്വേഷപരമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് തന്നെ ഞാൻ പറയും. അത് ശശികല ടീച്ചറായിരുന്നാലും ആരായിരുന്നാലും ശരി തന്നെ. അത് എന്റെ ഭാഗത്തുനിന്ന് എന്റെ ഭാഗത്ത് നമ്മളിപ്പോ അല്ല ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ പോയാൽ ഈ നമ്മൾ ചർച്ചകളൊന്നും ഇവരൊക്കെ വിഷം വമിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് സതീഷ് വസന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് പറഞ്ഞതെന്ന് ഇപ്പം ശശികല ടീച്ചറിനെതിരായിട്ടും ശശികല ടീച്ചറെ പോലുള്ളവർ ഈ രീതിയിൽ വലിയ വിദ്വേഷ പ്രചാരണം ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് നടത്തിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ശശികല ടീച്ചറായിരുന്നാലും ശ്രീ മോഹൻദാസ് ആയിരുന്നാലും അതുകൊണ്ടല്ലേ അവർക്കെതിരെ കേസ് വന്നത്. അല്ല പിന്നെ അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് കേസ് വരും. എത്ര BJP നേതാക്കന്മാരുണ്ട്, എത്ര ഹിന്ദു ഐക്യവേദി നേതാക്കളുണ്ട്. ആദി ബാബുവിനെതിരായിട്ട് എന്തെങ്കിലും അങ്ങനെ ഒരു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലല്ല അങ്ങനെ വന്നിട്ടില്ലല്ലോ. അല്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഒരു അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത്. അങ്ങൊന്ന് കേൾക്കൂ. ഞാൻ അങ്ങ് നമുക്ക് തർക്കിക്കാൻ വേണ്ടിയല്ല, നമുക്ക് സംസാരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അഡ്വക്കേറ്റ് വസന്ത്, ഒന്ന് എനിക്കെതിരെ കേസുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഈ അടുത്ത ദിവസമാണ് എനിക്കെതിരെ കേസെടുത്തത്. ആ കേസിൽ ഈ നമ്മുടെ ടി.ജി. മോഹൻദാസിനെതിരെ എടുത്ത അതേ വകുപ്പുകളനുസരിച്ച് എനിക്ക് കേസെടുത്തു. എന്താണ് കേസ്? അത് മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ്. അത് നിങ്ങളുടെ നേതാവ് ഡോക്ടർ KT ജലീൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടർ KT ജലീലാണ് പറഞ്ഞത് ഇസ്ലാം മതത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിനുള്ളിൽ ആളുകൾ കൂടുതലായിട്ട് മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഇടപെടുന്നത് എന്നുള്ള പ്രസംഗം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ KT ജലീലിന്റെ ആ പ്രസ്താവനയാണ് എനിക്ക് ആധാരം. അത് വെച്ചിട്ടാണ് ഞാൻ നടത്തിയത്. പക്ഷെ എനിക്കെതിരെ കേസെടുത്തു, KT ജലീലിന്റെ കേസെടുത്തില്ല. ഇനി അതിനു മുൻപ് എനിക്കെതിരെ കേസെടുത്തത് ഹലാൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള എൻ്റെ ഒരു യൂട്യൂബിനാണ്. എനിക്ക് ഹലാൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ പറയുന്നത് നമ്മുടെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൽ പെട്ടതാണ്. ബഹിഷ്കരിക്കാൻ പറയാം. ഇവിടെ ഓണം ബഹിഷ്കരിക്കാൻ, ഓണ ആഘോഷത്തിൽ പങ്കെടുക്കരുത് എന്ന് നൂറുകണക്കിന് ഉസ്താദുമാരുടെ പ്രസംഗം ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. ഓണാഘോഷത്തിൽ അവർക്കെതിരെ ആരെങ്കിലും കേസെടുത്തോ? ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത് എന്നും അല്ല അതിനെ ത്യജിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിം കുട്ടികളെല്ലാം കൂടി വളരെ ഓണാഘോഷത്തിന് വന്നിട്ടില്ലേ? അവരെ തട്ടം തഴിച്ചല്ലേ ഓണാഘോഷ പരിപാടി അതാണ് പറഞ്ഞത്. അതാണ് ഈ മതേതരത്വം എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ മതേതരത്വത്തിന് അങ്ങനെയാണ്. അപ്പൊ ആര് പറഞ്ഞാലും അത് തിരസ്കരിക്കാനോ അത് അവജ്ഞയോട് ആ ഉസ്താദുമാർക്കെതിരെ എന്ത് കേസെടുത്തു? എനിക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് ഈ ഉസ്താദുമാർക്കെതിരെ കേസെടുക്കാതിരുന്നത്? അല്ല ഞാൻ പറഞ്ഞത് അത് പറയാമോ? ഇതിനെയാണ് സെലക്റ്റീവ് മതേതരത്വം എന്ന് പറയുന്നത്. അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാൻ സെലക്റ്റീവ് മതേതരത്വം ഞാനത് ഉദ്ദേശിച്ചില്ല. ഞാൻ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ചില പോളിസികളുണ്ട്. അത് നീലിമ അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, കാര്യങ്ങൾ എന്താണ്. ഒരു സിമ്പിൾ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാലത്താണ് ലോട്ടറി ഇറക്കിയത്, അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അല്ല ഞാൻ പറഞ്ഞു അന്ന് ലോട്ടറിയുടെ കാര്യത്തിന് ഞാൻ വളരെ ആധികാരികമായി അന്ന് ചർച്ച ചെയ്ത് നോക്കൂ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ ഞാൻ പറഞ്ഞത് ലോട്ടറി വകുപ്പിന് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ശൂലത്തിനെയും ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസിയാണ്. ഞാൻ ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്ത് നിൽക്കുമ്പോഴും ഞാൻ അന്ധവിശ്വാസിയല്ല, വിശ്വാസിയാണ്. അപ്പോഴും ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു ലോട്ടറി വകുപ്പിന് അങ്ങനെ ഇറക്കേണ്ട വല്ല ആവശ്യമുണ്ട്. അപ്പോൾ ഏതൊരു ചിത്രം വന്നപ്പോൾ എന്തെങ്കിലും നടപടി എടുത്തോ? അല്ല അത് എടുക്കേണ്ട ആവശ്യമില്ല, ആവശ്യമില്ലല്ലോ. ഉണ്ടല്ലോ ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കാഴ്ചപ്പാടല്ലേ നീലിമ.
അത് ആ കാഴ്ചപ്പാടിലൂടെ എന്ത് നമ്മൾ കാഴ്ചപ്പാട്? പോകേണ്ടത്. അല്ല, ശിവലിംഗത്തിലേക്ക് അല്ല, അങ്ങനെ വല്ല ആർത്തവ രക്തം ഒഴുക്കുന്നത് എന്ത് കാഴ്ചപ്പാട്? അല്ല, ഞാൻ പറഞ്ഞു, അത് വികലമായ കാഴ്ചപ്പാടായി മാത്രമേ ഞാൻ ഒരു കാര്യം അങ്ങനെ ഒരു ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ല, നിങ്ങൾ പറഞ്ഞ ഞാനത് പറയേണ്ട ആവശ്യമില്ല. അത് പറയണ്ട, എനിക്കെന്ന് വെച്ചാൽ എനിക്കത് പറയേണ്ട ഒരു നാക്ക് എനിക്ക് വഴങ്ങൂല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ആർത്തവത്തിൻ്റെയും ഇതിൻ്റെയും ഈ ശൂലത്തിൻ്റെയും കേസ് പറഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം എങ്ങനെ ഒരു ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു പടത്തിൻ്റെ ഇതാണ് വന്നിട്ടുള്ളത്. അത് ഒരു മതത്തിനെ വ്രണപ്പെടുത്താൻ വേണ്ടി ഒരു സർക്കാർ ഒരു ലോട്ടറി ടിക്കറ്റ് അങ്ങനെ കോളേജിൽ SFI വരച്ചു വെക്കുന്ന ചിത്രവും അതേ ചിത്രം തന്നെയാണ് കോളേജിൽ SFI വരച്ചു വെച്ചത്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതാണ് പറഞ്ഞത്, നിങ്ങളെല്ലാം താരതമ്യം ചെയ്യല്ല. ഞാൻ ഇത് പറഞ്ഞത് ഇതൊരു കാര്യത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹം ഇത് സംസാരിച്ചത് തെറ്റായ നടപടിയാണ്. അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതാണ് പറഞ്ഞത്, ഒരു സർവകലാശാലയിലെ ഒരു കുട്ടി. താങ്കളുടെ സാഹചര്യം മനസ്സിലായി. താങ്കളെ പോലെ ഒരാളുടെ അടുത്ത് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു തരേണ്ട കാര്യമില്ല. താങ്കളുടെ ഗതികേട് മനസ്സിലാവുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത് കൊണ്ടല്ല, അദ്ദേഹത്തെ ഇതിനെതിരെ പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം അദ്ദേഹം നിൽക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പ് തന്നെ ചില പ്രത്യേക തരം ആളുകളെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അല്ല, അങ്ങനെയൊന്നും ഒരു ഇടതുപക്ഷ നേരത്തെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞില്ലേ, ഇടതുപക്ഷ CPM പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നില്ലേ അമ്പലങ്ങളിലും അതിലുമെല്ലാം പള്ളികളിലും എല്ലാം കമ്മിറ്റികളിൽ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ കയറണം, അത് BJP തട്ടിക്കൊണ്ടു പോകണം എന്നുള്ള രീതിയിൽ വന്ന് അതിൽ കയറുമ്പം പറയുന്നത് അത് ഇങ്ങനെയെന്ന്. അപ്പം ഞാനിത് പറയണമെന്ന് പറയുന്നത്, ആര് ചെയ്താലും ആര് പ്രവർത്തിച്ചാലും മതവിദ്വേഷം പകർത്തുന്നത് ഒരു പ്രസ്താവനയും ആരുടെ ഭാഗത്തുനിന്ന് വരല്ലേ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അത് പറയണം. അങ്ങയുടെ പരിമിതി മനസ്സിലാകുന്നുണ്ട്. അങ്ങേക്ക് ഈ സംഭവം ഒന്ന് അപലപിക്കുകയെങ്കിലും ചെയ്യാം. കേസെടുക്കണമെന്ന് ഒരു ഇടത് പ്രതിനിധി എന്ന നിലയിൽ UDF-നോട് ആവശ്യപ്പെടാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അതുപോലും താങ്കൾ തയ്യാറാകുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്.